ഇന്ത്യയിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. പ്രീ ഇൻഡിപെൻഡൻസ് ഇറ ബ്രിട്ടീഷ് പീരീഡ്. ഇന്ത്യയിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആരംഭിക്കുന്നത് 1880കളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൻ്റെ സമയത്താണ്. അന്ന് ഡിസേബിൾഡ് കുട്ടികൾക്കായി മെയിൻ സ്ട്രീം എഡ്യൂക്കേഷന് പുറമെ ഒരു സെപ്പറേറ്റ് സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് സ്കൂൾ ഫോർ ദ ഡെഫ് 1883 ബോംബെയിൽ സ്ഥാപിതമായി. ഫസ്റ്റ് സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് 1887 അമൃത്സറിൽ ആരംഭിച്ചു. ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത്, അതായത് 1947 ബ്ലൈൻഡ് കുട്ടികൾക്കായി 32 സ്കൂളുകളും ഡെഫ് കുട്ടികൾക്കായി 30 സ്കൂളുകളും മെൻ്റലി ചലഞ്ചഡ് കുട്ടികൾക്കായി 3 സ്കൂളുകളും മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. 2. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എക്സ്പാൻഷൻ. സ്വാതന്ത്ര്യത്തിന് ശേഷം സ്പെഷ്യൽ സ്കൂളിൻ്റെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. ബൈ ദ ഇയർ ഓഫ് 2000 സ്കൂൾസിൻ്റെ എണ്ണം ഏകദേശം 3000 ഉയർന്നു. 1960കളിൽ കാഴ്ചപരിമിതിയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപകരെ ഒരുക്കുന്നതിനായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രത്യേക പദ്ധതികൾ കൊണ്ടുവന്നു. എങ്കിലും കൃത്യമായ യൂണിഫോം സിലബി ഇല്ലാത്തതും ക്വാളിഫൈഡ് ആയ ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ കുറവും ഈ മേഖലയിലെ ഗുണനിലവാരത്തെ ബാധിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി 1980കളിൽ മിനിസ്ട്രി ഓഫ് വെൽഫെയർ രൂപീകരിക്കുകയും ഡിസബിലിറ്റി റീഹാബിലിറ്റേഷൻ മേഖലയിലെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാൻ മുൻകൈ എടുക്കുകയും ചെയ്തു. 3-ാം ഘട്ടമാണ് ഷിഫ്റ്റ് ടുവേർഡ്സ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. പഴയ രീതിയിലുള്ള സ്പെഷ്യൽ സ്കൂളിന് ചില കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. അവ പ്രധാനമായും അർബൻ ഏരിയാസിൽ മാത്രമായിരുന്നു. കൂടാതെ അവ വളരെ ചിലവേറിയതും ആയിരുന്നു. ഏറ്റവും വലിയ പ്രശ്നം ഈ സ്കൂളുകൾ കുട്ടികളെ സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് ഒറ്റപ്പെടുത്തിയിരുന്നു എന്നതാണ്. ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ വന്ന പ്രധാന മാറ്റങ്ങളാണ് താഴെ പറയുന്നവ. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 ആൻഡ് 1992. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് CWSNനെ മറ്റുള്ള കുട്ടികളുമായി സംയോജിപ്പിക്കേണ്ടതിൻ്റെ, അതായത് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈ പോളിസികൾ ഊന്നിപ്പറഞ്ഞു. ആർട്ടിക്കിൾ 45. ഇന്ത്യൻ ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പ്രകാരം 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധവുമായിട്ടുള്ള വിദ്യാഭ്യാസം, ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്. 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 2002. ഇതിലൂടെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്, അതായത് മൗലികാവകാശം ആയി മാറി. ഇതിൽ ഓൾ ചിൽഡ്രൻ എന്ന് പറയുന്നതിൽ ഡിസേബിൾഡായ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ, കുട്ടികളെ മാറ്റി നിർത്തുന്ന സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ നിന്നും എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇന്ത്യ വളർന്നു വന്നത്. IEDC സ്കീം 1974. 1974 ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ IEDC എന്ന പദ്ധതി സർക്കാർ കൊണ്ടുവന്നു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ സാധാരണ സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള ആദ്യകാല ശ്രമങ്ങളിൽ ഒന്നായിരുന്നു ഇത്. 2. PIED പ്രൊജക്റ്റ് 1987. പ്രൊജക്റ്റ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദ ഡിസേബിൾഡ് PIED എന്നതായിരുന്നു അടുത്ത വലിയ ചുവടുവയ്പ്. ഇത് MHRDയും യൂണിസെഫും ചേർന്ന് നടപ്പിലാക്കിയ ഒരു സംരംഭമാണ്. ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കാനുള്ള ഒരു പരീക്ഷണമായിരുന്നു ഈ പ്രൊജക്റ്റ്. 3. DPEP ആൻഡ് ഇൻക്ലൂഷൻ 1997. 1990കളുടെ അവസാനത്തോടെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന തത്വം ഡിസ്ട്രിക്റ്റ് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമാകുന്നത്. ഇത് ഇന്ത്യൻ ഗവൺമെൻറ്റും വേൾഡ് ബാങ്കും ചേർന്നുള്ള ഒരു കൊളാബറേറ്റീവ് സംരംഭമായിരുന്നു. 1995 പാസാക്കിയ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് PDA ആക്ടിൻ്റെ പ്രായോഗികമായി നടപ്പിലാക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. നേരിയതോ ഇടത്തരമോ ആയ വൈകല്യമുള്ള, അതായത് മൈൽഡ് ടു മോഡറേറ്റ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ സാധാരണ സ്കൂളുകളിൽ ഉൾപ്പെടുത്തുന്നതിൽ DPEP വലിയ ഇമ്പോർട്ടൻസ് നൽകി. 1991 to 2000 കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ മാറി പകരം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന പുതിയ ചിന്താഗതി നിലവിൽ വന്നത്. ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്നാൽ കുട്ടികൾ സ്കൂളിലെ രീതികളുമായി പൊരുത്തപ്പെടണം എന്നാണ്.
ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നാൽ എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ കഴിയുന്ന രീതിയിൽ സ്കൂളുകളുടെ സംവിധാനം തന്നെ മാറണം എന്നാണ്. ഇതുപോലുള്ള കൂടുതൽ BEd നോട്ട്സിനായി ഗ്ലോവോൺ അക്കാഡമി ഫോളോ ചെയ്യൂ. താങ്ക്